കളിയിൽ അല്പം കാര്യം സീസൺ 2 പവേർഡ് ബൈ വില്ലി വൈറ്റ് ഇൻ അസോസിയേഷൻ വിത്ത് ലാസ ഐസ് ക്രീംസ് ആൻഡ് അച്ചയൻസ് ഗോൾഡിൽ ശ്രീ അനീഷ് മോഹൻ നയിക്കുന്ന ഒരു സെഷനാണ് നമ്മൾ എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ഇൻസ്പിറേഷണൽ ട്രെയിനർ ഹഗ് ഇന്റർനാഷണൽ LLPയുടെ സ്ഥാപകനും സിഇഒയുമാണ് ശ്രീ അനീഷ് മോഹൻ. ഹഗ് ഇന്റർനാഷണൽ ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ പാട്രൺ ബോർഡ് അംഗമായ അദ്ദേഹത്തിന് 15 വർഷത്തിലേറെ അനുഭവ സമ്പത്തോടെ 3000-ലധികം പരിശീലന പരിപാടികളും 1-to-1 ക്ലാരിറ്റി കോച്ചിങ് സെഷനുകളും നടത്തി 8 ലക്ഷത്തിലധികം ആളുകളുടെ ജീവിതത്തിൽ പ്രചോദനവും ആത്മവിശ്വാസവും സൃഷ്ടിച്ച് അവരുടെ ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുവാൻ സാധിച്ചു. സംരംഭകർ, പ്രൊഫഷണലുകൾ, വിദ്യാർത്ഥികൾ എന്നിവർക്ക് അവരവരുടെ പരിമിതികളെ അതിജീവിച്ച് നേതൃത്വശേഷി വികസിപ്പിക്കുകയും ലക്ഷ്യബോധത്തോടെ മുന്നേറുവാൻ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുന്ന ശ്രീ അനീഷ് മോഹന് ദേശീയ, അന്തർദേശീയ, സംസ്ഥാന തലത്തിൽ നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം, പ്ലീസ്. അദ്ദേഹത്തിന് പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിനായി ഡീൻ ആൻഡ് ഡയറക്ടർ ഓഫ് അമൃത വിശ്വവിദ്യാപീഠം കൊച്ചിൻ ക്യാമ്പസ് ഡോക്ടർ യു കൃഷ്ണകുമാർ അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുകയാണ്. താങ്ക് യു സർ. അദ്ദേഹത്തിന് സ്നേഹാദരവ് നൽകുന്നതിനായി അമൃത TV ചീഫ് റിപ്പോർട്ടർ കോട്ടയം ശ്രീ പ്രശാന്ത് ജോസഫ് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. താങ്ക് യു. ആൻഡ് ഈ ഒരു സെഷൻ തീർച്ചയായും നിങ്ങൾ കുട്ടികൾക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇഫക്റ്റീവ് ആകും എന്ന് വിശ്വസിച്ചുകൊണ്ട് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. ഓവർ ടു യു. ഹലോ. When I say hello, you should say hi. When I say hi, you should say hello. Ready? Hello. Hello. Same tone പറയണം. Okay? Hello. Hi. ഹായ് ഹായ്. തൊട്ടടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് നിങ്ങളുടെ ചിരിയാണോ ആ ആളുടെ ചിരിയാണോ നല്ലതെന്നൊന്ന് നോക്കിക്കേ. പെട്ടെന്നായിക്കോട്ടെ. ഫൈൻ. ഇവിടെ നോക്കിയേ. എങ്ങനെയുണ്ട് കളിയിൽ അല്പം കാര്യം? എങ്ങനെയുണ്ട്? പോരാ. എന്നോട് ഈ ആത്മജയൊക്കെ പറഞ്ഞ നല്ല പൊളി പിള്ളേരാണ്, കോട്ടയത്തെ പിള്ളേർ ഭയങ്കര വൈബ, ഭയങ്കര എനർജിയൊക്കെയാണ്. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയണം. സൂപ്പർ ആണെങ്കിൽ നിങ്ങളുടെ കൈ ഇങ്ങനെ എടുത്തിട്ട് വാവ് നോക്കത്തില്ലേ? വാവ് വെച്ച പിടിച്ചേ, വാവ് പിടിച്ചേ. നല്ലതാണെങ്കിൽ 2 കൈയും എടുത്തിട്ട് വാവ് സൂപ്പർ എന്ന് പറയണം. ഓക്കെ ആണോ? റെഡിയാണോ? റെഡി. അമൃത TV എങ്ങനെയുണ്ട്? കളിയിൽ അല്പം കാര്യം എങ്ങനെയുണ്ട്? തൊട്ട് മുമ്പ് നടന്ന ക്വിസ് കോമ്പറ്റീഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളെ കാണുമ്പോഴേ, നിങ്ങളുടെ സൗന്ദര്യമൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഡയലോഗാണ്, സോ ബ്യൂട്ടിഫുൾ, സോ എലിഗന്റ്, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആരംഭിക്കലാമാ. കുഞ്ഞുവാവയൊക്കെ എടുത്ത് താഴെ വെക്കാവോ? മടിയിരിക്കുന്ന ബാഗൊക്കെ എടുത്ത് താഴെ ഇറക്കി വെക്കാവോ? ഇറങ്ങട്ടെ. നിങ്ങൾ സൂപ്പറാണോ? കിടുവാണോ? പൊളിയാണോ? മാസാണോ? എങ്കിൽ ചെറിയൊരു ആക്ടിവിറ്റി ചെയ്ത് നമുക്ക് തുടങ്ങാം. ഞാൻ 1 എന്ന് പറയും. 1. അന്നേരം നിങ്ങൾ വെച്ചാൽ നിങ്ങൾ ആ വലതുകൈ എടുത്ത് ഹൃദയത്തിൽ വെച്ചിട്ട് ഐ ആം ദ ബെസ്റ്റ് എന്ന് പറയണം. ഓക്കെ ആണോ? റെഡിയാണോ? 1. ഒരു കൈ ഹൃദയത്തിൽ. 1. പൊളി. 2 എന്ന് പറയുമ്പോൾ അടുത്തിരിക്കുന്ന ആളുടെ തോളത്തൊന്ന് തട്ടിയിട്ട് യു ആർ ദ ബെസ്റ്റ് എന്ന് പറയണം. റെഡിയാണോ? കൊല്ലരുത്. ആണ്ടെ അവിടെ കൊല്ലാൻ നോക്കുന്നു. പറഞ്ഞില്ല, അതിന് മുമ്പ് അടിച്ച് പദം വരുത്താൻ നോക്കൂ. ഓക്കെ. 2 എന്ന് പറയുമ്പോൾ എന്താ പറയണ്ടേ? അടുത്തിരിക്കുന്ന ആളെ, മാനെ ആ പയ്യന് നിന്നോട് വല്ല ശത്രുതയുണ്ടോ? ഇവിടെ ശത്രുത വല്ലതും ഉണ്ടോ? ആ കഴുത്തെ പിടിച്ച് ഞെരുക്കി കൊല്ലാൻ നോക്കണ്ട. തോളെ തട്ടിയാൽ മതി. യു ആർ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ ആണോ? ഫൈൻ. റെഡി. 2. കൊള്ളാലോ. സാധാരണ പിള്ളേരുടെ അടുത്ത് ഐ ആം ദ ബെസ്റ്റ് പറഞ്ഞേക്കാളും കുറച്ച് എനർജി കുറവായിരിക്കും യു ആർ ദ ബെസ്റ്റ്. കാരണം ഞാൻ ബെസ്റ്റാ, നീ എൻ്റെ അത്രയും ബെസ്റ്റ് അല്ലാത്തതുകൊണ്ട് യു ആർ ദ ബെസ്റ്റ് എനർജി കുറവാണ്. പക്ഷെ ഇവിടെ പൊളി പിള്ളേരോട്ടെ, എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ആ വലത് കൈ നിർത്തേ. പ്ലീസ് റൈസ് യുവർ റൈറ്റ് ഹാൻഡ്. വലത് കൈ നിർത്തിക്കേ. വലത് സ്വന്തം തോളിലൊന്ന് പാറ്റ് ചെയ്തേ. എടാ നീ പൊളിയാന്ന് പറഞ്ഞു. എടി നീ പൊളിയാടി എന്ന് പറഞ്ഞേ. പൊളി. ഫൈൻ. അപ്പൊ ഒന്നുകൂടെ. 1, 2. വെരി ഗുഡ്. ഒന്നുകൂടി ഉണ്ട്. 3 കൂടെ പറയുമ്പോൾ ചാടി എഴുന്നേക്കണം, അടുത്തിരിക്കുന്ന ആളുടെ കയ്യെ പിടിക്കണം, എന്നിട്ട് കൈ ഉയർത്തിയിട്ട് വി ആർ ദ ബെസ്റ്റ് എന്ന് പറയണം. ഓക്കെ ആണോ?
ഞാൻ പറഞ്ഞിട്ടേ എഴുന്നേക്കാവൂ. റെഡിയാണോ? റെഡിയാണോ? 1. ഞാൻ 1 പറഞ്ഞപ്പോഴേ ഒരുത്തര എഴുന്നേറ്റ്, ബാക്കിയെല്ലാം പുറകെ എഴുന്നേറ്റു. തുടങ്ങാം. 3 പറയുമ്പോഴേ എഴുന്നേക്കാവൂ. ഓക്കെ. 1 2 1. ഞാൻ എന്താ പറഞ്ഞേ? ശ്രദ്ധിക്കണം. ഓക്കെ. വൺസ് അഗൈൻ. പറയുന്ന ചെറുക്കന്മാർ ഈ പുള്ളി ഉടായിപ്പാടാ, പറ്റീര് തന്നെ എഴുന്നേലും അനങ്ങണ്ട. ഓക്കെ. അഗൈൻ തുടങ്ങാം. 1 2 3. വാവ് പൊളി. കൊള്ളാം. ദേ, നിങ്ങളുടെ കുറച്ചു പേരുടെയൊക്കെ രക്ഷകർത്താക്കൾ ഇവിടെ വന്നു നിൽപ്പുണ്ട്. ആ രക്ഷകർത്താക്കൾ എങ്ങനെയുണ്ട്? പറ. ആ അച്ഛനും അമ്മമാർക്കും നല്ലൊരു കൈയ്യടി കൊടുത്തേ. നമുക്ക് വേണ്ടി ഇത്രയും സമയം മാറ്റി വെച്ചിരിക്കുന്ന എല്ലാ അപ്പന്മാർക്കും അമ്മമാർക്കും. വലത് കൈ എടുത്തേ. വലത് കൈയില് അമ്മയും അച്ഛനെയും വലത് കൈയിൽ സങ്കല്പിച്ച് അവരുടെ മുഖം കയ്യിലുണ്ടെന്ന് സങ്കല്പിച്ച് ഒരു ഉമ്മ കൊടുത്തേ. പെട്ടെന്ന് ആയിക്കോട്ടെ. കൊടുക്ക. കിസ് കൊടു. ഫൈൻ. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് വരാം. എനിക്ക് സ്ലൈഡ് ക്യാൻ ഐ ഹാവ് സ്ലൈഡ്? തുടങ്ങാം. എനിക്ക് വളരെ കുറച്ച് സമയമുള്ളൂ, അതുകൊണ്ട് നമുക്ക് വേഗം പോകാം. ഓക്കെ. ഇന്ത്യ എന്റെ രാജ്യമായതിൽ അഭിമാനിക്കുന്ന എത്ര പേരുണ്ടെന്ന് കൈ ഉയർത്തിക്കുക. പ്ലീസ് റൈസ് യുവർ ഹാൻഡ്. ഓക്കെ. സത്യസന്ധമായിട്ട് ചോദിക്കുവാണ്. നിങ്ങൾ എത്ര പേരുണ്ട് ഇതിന് ശേഷം നാട് വിടാൻ ആഗ്രഹിക്കുന്നത്? അതായത് വാഴ 2 പോലെ വല്ല UK പോയാലേ ഉള്ളൂ ഇനി രക്ഷയുള്ളൂ, കാനഡയിൽ പോയാലേ ഇനി കാണാൻ പറ്റത്തുള്ളൂ, അങ്ങനെ ചിന്തിക്കുന്നവരൊന്ന് കൈപൊക്കാവോ? നാട് വിട്ടാലേ രക്ഷപ്പെടും. ഹൗ മെനി ഓഫ് യു ആർ പ്ലാനിങ് ടു മൈഗ്രേറ്റ് ഫ്രം ഹിയർ? കൈപൊക്കിക്കോ. ഈ സൈഡ് മൊത്തം മൈഗ്രേഷനാ, ഈ സൈഡ് പകുതി മൈഗ്രേഷൻ ഉള്ളു. ഓക്കെ, ഫൈൻ. മക്കളെ, മോളെ എവിടെ പോകാനായിട്ടാ കൈപൊക്കിയേ? എവിടെ മോളെ? പെട്ടെന്ന് പറ. ലണ്ടൻ. അവിടെ ആരാ? ഡോക്ടറിന് പഠിക്കാൻ. എന്നെ ഇവിടെ ഡോക്ടർ ആവാൻ പഠിച്ചാ? മൂടില്ലേ? ഇവിടെ പഠിക്കാൻ മൂടില്ലേ? മോളോടെ പോയി. എനിക്ക് പുറത്തുപോയി പഠിക്കണം ചെറുപ്പത്തിലെ ആഗ്രഹം. ഏത് ചെറുപ്പത്തിലെ ആഗ്രഹം? ഇപ്പം വളർന്നെന്നാ? എത്രാം ക്ലാസ്സിലായി? ഇനി 6 എന്റെ ചെറുപ്പത്തിലെ ആഗ്രഹമാണ് പുറത്തു പോയി പഠിക്കണം. 6ാം ക്ലാസ് ആയുള്ളൂ. മിടിക്കുക കേട്ടോ. കൊള്ളാം. എന്നാ ചങ്കൂറ്റ മിടിക്കുക. കൊള്ളാം. എന്തായാലും ഒരു ഉറച്ച തീരുമാനമുള്ളൂ. വെരി ഗുഡ്. സോ നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് വേഗം വരാം. ആ സ്ക്രീനിൽ കാണുന്ന ടോപ്പിക് എല്ലാവരും ഉറക്ക വായിച്ചേ. ഇഗ്നൈറ്റ് യുവർ പാഷൻ, ലീഡ് ദ നേഷൻ. ഞാൻ സീരിയസ് ആയിട്ട് 1-2 ചോദ്യങ്ങൾ വേഗം ചോദിക്കുവാണ്. ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്നുണ്ടോ ഇല്ലയോ? കേരളം വൃദ്ധസദനമായിക്കൊണ്ടിരിക്കുന്നു. ചെറുപ്പക്കാരെല്ലാം നാട് വിടുന്നു. പ്രായമുള്ളവർ മാത്രമുള്ള മിക്ക വീട്ടിലും പ്രായമുള്ള ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും 2 പട്ടിക്കുട്ടിയും മാത്രമാണോ? അപ്പൊ നിങ്ങളൂടെ പോയിട്ട് ബാക്കിയും കൂടെ കൂട്ടാൻ നോക്കുവാണല്ലേ? നോക്കാം. നമ്പർ 2, നമുക്കറിയാം ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിരക്ക്, അൺഎംപ്ലോയ്മെന്റ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുവാണ്. യെസ് ഓർ നോ? കേരളത്തിലും ഇതിന്റെ അവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല. കേരളം പലതവണ നമ്പർ 1, നമ്പർ 2 ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. പഠിച്ചിറങ്ങുന്ന 100 പേരിൽ 30-ലധികം ആൾക്കാർക്ക് ജോലി ഇല്ല അത്ര. യെസ് ഓർ നോ? യെസ് എന്നാണ് ഇങ്ങനെ തലയാട്ടു, നോ എന്നാണെങ്കിൽ ഇങ്ങനെ ആട്ടിക്കോ. ഓക്കെ, റെഡിയാണോ? നമ്മള് വാഴ 1 വാഴ 1 കണ്ടാണോ? അതിൻ്റെ അകത്ത് കോട്ടയം നസീർ മകനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. മറ്റു മക്കളെ, മറ്റച്ഛനമ്മമാരെ പോലെ നിന്നെ ഇന്നത് പഠിക്കാൻ ഞങ്ങൾ നിർബന്ധിക്കൂല. നിന്റെ മുമ്പിൽ 2 ഓപ്ഷൻസ് ഉണ്ട്, ഒന്നെങ്കിൽ അല്ലെങ്കിൽ. കേരളത്തിൽ MBBS കഴിഞ്ഞിട്ട് ജോലി ഇല്ലാതെ നിൽക്കുന്ന ഡോക്ടർമാരുണ്ടോ ഇല്ലയോ? എത്ര പേര് കാണും? കണക്ക് നോക്കിക്കോ. 18,000-ലധികം ഉണ്ട്. 18,000-ലധികം. ഇത് കഴിഞ്ഞ വർഷം മനോരമ വന്ന ഒതന്റിക് റിപ്പോർട്ടാണ്. MBBS കഴിഞ്ഞവരെയാണ്. എഞ്ചിനീയേഴ്സിന്റെ എണ്ണം അതിന്റെ അപ്പുറമാണ്. ചലഞ്ചസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഇവിടെ പേരൻസ് കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം ഇങ്ങനെ പങ്കുവെക്കുന്നത്. ഒരു കാര്യം പറഞ്ഞ് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന കൈപൊക്കിക്കേ. ഇത്തവണ റിസൾട്ട് വരുമ്പോ പൊളിക്കണേ. ആ കൊച്ചിനെ കണ്ട മോളുടെ പേരെന്ന് എന്നാ മോളെ? വീട്ടിൽ നിന്ന് മിക്കവാറും പുറത്താക്കുന്നോ? നല്ല ആത്മവിശ്വാസമാണല്ലേ. അതിന്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾ തോളത്ത് തട്ടിന്ന് അഭിനന്ദിച്ച് നല്ല വാക്ചാതുര്യം. മിടിക്ക് മോളെ. കൊല്ലാനല്ല, പതിയെ തട്ടിയാൽ മതി, മയത്തി. ഓക്കെ, ഫൈൻ. നന്നായിട്ട് സംസാരിക്കുന്നു കേട്ടോ, കൊള്ളാം. നല്ല വാക്ചാതുര്യം. റിമീറ്റോമിയൊക്കെ ഇങ്ങനെ തുടങ്ങിയതാ. നമുക്കൊരിക്കലും നോക്കാം. ഓക്കെ, ഫൈൻ. പ്രിയ രക്ഷകർത്താക്കളെ, അമ്മമാരെ, നിങ്ങളുള്ളതുകൊണ്ടാണ് ഈ ഒരു സ്ലൈഡ് ഞാൻ ഇവിടെ ആഡ് ചെയ്തത്. ഈ വർഷം 10ാം ക്ലാസ്സിൽ 4,16,000 പിള്ളേരാണ് സ്റ്റേറ്റ് സിലബസിൽ എക്സാം എഴുതിയത്. എത്രയാണ്?
ഈ വർഷം 1-ാം ക്ലാസ്സിൽ എത്ര പിള്ളേരുണ്ടെന്ന് അറിയാവോ? 2,82,000 പിള്ളേരേ ഉള്ളൂ. കേരളത്തിലെ മൊത്തത്തിൽ കുട്ടികളുടെ എണ്ണം കുത്തനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. അടുത്തൊരു 3-4 വർഷത്തോടെ കഴിയുമ്പോൾ കേരളത്തിലെ കുറെ അധികം സ്കൂളുകളും കോളേജുകളും അടയ്ക്കേണ്ടി വരും. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് 23 കോളേജുകൾ അടച്ചിട്ടുണ്ട്. പ്രശ്നം പറയാനല്ല, പരിഹാരം പറയാനാണ് ഞാൻ വന്നേക്കുന്നത്. എനിക്കൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞാൽ ഇവിടെ പ്രശ്ന പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. ഒരു ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ തൊട്ട് മുമ്പ് ക്വിസ് അല്ല, ഇതൊരു ക്വിസ് മോഡലിൽ പോകാം. വിഘ്നേഷ്, ക്വിസ് മോഡലിൽ പോകാം. ഞാനൊരു കുറച്ചു പേരുടെ പേര് പറയാം. അവരുടെ പാഷനേറ്റ് ആയിട്ടുള്ള മേഖല നിങ്ങൾ പറയണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ചോദ്യം മനസ്സിലായോ? ഞാൻ കുറച്ചു പേരുടെ പേര് പറയാം. അവരുടെ പാഷനേറ്റ് ആയിട്ടുള്ള, അവരുടെ കഴിവുള്ള മേഖല നിങ്ങൾ പറയണം. ക്ലിയർ ആണോ? എന്റെ പോയിന്റ് ഇതാണ്. ഈ മുമ്പേ കാണിച്ച പ്രശ്നങ്ങൾക്കെല്ലാം നമുക്ക് പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റും. 2 കാര്യങ്ങൾ ചെയ്യണം. ഡിസ്കവർ യുവർ, ഇഗ്നൈറ്റ് യുവർ. റെഡി? റെഡി? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു തുടങ്ങാം. മമ്മൂട്ടി ഏതാ മേഖല? അദ്ദേഹത്തിന്റെ പാഷൻ ഏതാ? അദ്ദേഹം ജീവിക്കുന്ന എന്തിനാ? ആക്ടിങ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? വൈഭവ് സൂര്യവംശി ക്രിക്കറ്റ്, എസ്പെഷ്യലി ബാറ്റിംഗ്, തൊടുന്നതെല്ലാം 6 അല്ലേ? ലയണൽ മെസ്സി, വാവ്, ഫുട്ബോൾ. ഫുട്ബോൾ എത്ര ലയണൽ മെസ്സി ഫാൻസ് ഉണ്ട്? കൈപൊക്കിക്കേ. റൊണാൾഡോ ഫാൻസുകാരോ? ഇവിടെ ഇന്നൊരു അടി ഉണ്ടാക്കിക്കണം. ആ കൈതാക്ക, സമയക്കുറവാ. ഓക്കെ, ഫൈൻ. അടുത്ത പേര് ടൊവിനോ. ടൊവിനോ, ടൊവിനോ. അനിരുദ്ധ്. അനിരുദ്ധ് ഏതാ? മ്യൂസീഷ്യൻ, മ്യൂസിക് ഡയറക്ടർ. നിങ്ങൾ 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 വൈഭവ് സൂര്യവംശി എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ സ്റ്റുഡന്റ് എന്നോ 15 വയസ്സുകാരനോ അല്ല പറഞ്ഞേ, ക്രിക്കറ്റ് എന്നാ പറഞ്ഞേ. എങ്കിൽ നിങ്ങളുടെ മേഖല പറ. ഫിലിം മേക്കിംഗ്, മ്യൂസിക്, IAS, കൃഷിയോ, ടീച്ചിങ്? ഈശ്വര. ഡോക്ടർ, ഡോക്ടർ, ഡോക്ടർ ഫ്രോം UK. ഈ ഉത്തരം നിങ്ങൾ കേൾക്കണേ വിളിച്ചോളാം. നമ്മളെ മൈക്കി പറഞ്ഞ്. ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ. ഉറക്കെ പറ. ഞങ്ങൾ എല്ലാരും എന്താന്ന് ചോദിച്ചാ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ. ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ അല്ലേ? ഇന്ത്യയുടെ ഭാവി ഞങ്ങളല്ലേ? നമ്മളുടെ പേരെന്താ? അച്ഛനും അമ്മയും വന്നിട്ടുണ്ടോ? ടീച്ചർമാരാരെങ്കിലും ഉണ്ടോ? സ്കൂളിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ? അനാഥയാ? മിസ് മോഹൻ ചേട്ടാ. ഏതാ സ്കൂൾ? ഏതാ? നാഷണൽ ഹൈസ്കൂൾ. നാഷണൽ ഹൈസ്കൂൾ. നാഷണൽ ഹൈസ്കൂൾ എവിടെ? വെള്ളം കൂടെ, പത്തനംതിട്ട. അവിടെ നിന്ന് ഒറ്റയ്ക്ക് വന്നാ? അല്ല, ആരാ? ചേച്ചി ഉണ്ടോ? മിടിക്കുക കേട്ടോ. 1,000,000 ഇതുപോലെ കാണത്തുള്ളൂ. സൂക്ഷിച്ചോണം. ഓൾ ദി വെരി ബെസ്റ്റ്. മോളുടെ പേരെന്താ? പേരെന്താ? അദ്വൈതം. മിടിക്കുക. ആ ഒരു കോൺഫിഡൻസ് നല്ലൊരു ഐഡിയ എടുത്തത്. നമ്മള് ഇന്ത്യയുടെ ഫ്യൂച്ചർ ആണെന്ന് പറഞ്ഞേനെ. വെരി ഗുഡ്. കമോൺ, കമോൺ, കമോൺ. ഇതിനകത്ത് കുറെ പേര് കൈ ഉയർത്തി ഉത്തരങ്ങൾ പറഞ്ഞവരുണ്ട്. എന്നാൽ എനിക്കൊരു കൃത്യം ഉത്തരമില്ല എന്നുള്ളൊരു കൈപൊക്കിക്കേ. വൈഭവ് സൂര്യവംശിക്ക് ക്രിക്കറ്റ്, ബാറ്റിംഗ്. വിരാട് കോഹ്ലിക്ക് ക്രിക്കറ്റ്, സഞ്ജു സാംസണ് ക്രിക്കറ്റ്, ടൊവിനോയ്ക്ക് സിനിമ അല്ലെങ്കിൽ ആക്ടിങ് എന്ന് പറയുന്ന പോലെ എൻ്റേത് എന്താന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല എന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. എനിക്കറിയാം നിങ്ങൾ കൈ പൊക്കത്തിന്റെ കാരണം. കൈ പൊക്കിയ പുള്ളി പുറകെ വരും, ചോദ്യം ചോദിക്കും. ഇതാകുമ്പോൾ നമ്മൾ സേഫാ. എനിക്ക് വേണ്ട വേണ്ട വേണ്ട, ഞാൻ തിരിച്ചു വരാം. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇതുപോലെ സ്വപ്നങ്ങളുള്ളവരാ. IAS-ഉം അസ്ട്രോണറ്റ് ആകണം എന്നൊക്കെ പറയുന്നവരാ. ഓരോ പ്രായത്തിലും ഓരോ സ്വപ്നം. ചെറുപ്രായത്തിൽ ആദ്യം ഡോക്ടർ, കുറച്ച് കഴിയുമ്പോൾ IAS, 10ാം ക്ലാസ് ആകുമ്പോൾ ഇല്ല 10 തീരത്തില്ല. പ്ലസ് ടു ആകുമ്പോൾ കോട്ടയംകാർ പെൺപിള്ളേരാണെങ്കിൽ നേഴ്സ്, ആൺപിള്ളേരാണെങ്കിൽ എഞ്ചിനീയറിങ്. പഠിച്ചു കഴിയുമ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ, ബെല്ലൈക്കൻ ഞെക്കി പൊട്ടിക്കണേന്നും പറഞ്ഞോട്ട് തുടങ്ങുന്ന കാണാം. നിങ്ങളൊക്കെ പാഷനേറ്റ് ആണെന്നറിയാം. ആ പാഷനെ നമുക്ക് എത്രമാത്രം ചേർത്ത് പിടിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാ. ആ ചോദ്യം ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കുറച്ചുപേര് പറഞ്ഞു, കുറച്ചുപേര് പറഞ്ഞിട്ടില്ല. ഒന്നോർത്ത് നോക്കിയേ. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വൈഭവ് സൂര്യവംശിയുടെ പാഷൻ നമുക്കറിയാം അല്ലേ?
സച്ചിൻ ടെണ്ടുൽക്കറിന്റെ, അനിരുദ്ധിന്റെ, ടൊവിനോയുടെ, മോഹൻലാലിന്റെ, ലയണൽ മെസ്സിയുടെ പാഷൻ നമുക്കറിയാം. എസോർണോ? നമുക്ക് എത്ര പേർക്ക് നമ്മുടെ പാഷൻ വ്യക്തമായിട്ടറിയാം? ചോദ്യം, ആ പാഷനെ പ്രൊഫഷനാക്കി അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടോ? 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 ഉള്ളവരൊന്ന് ചാടി എഴുന്നേറ്റ് നോക്കട്ടെ. എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള എന്തോ അതിനെ തന്നെ ഞാൻ പ്രൊഫഷനാക്കും, അതിൽ നിന്ന് ഞാൻ വരുമാനം ഉണ്ടാക്കി അന്തസ്സായിട്ട് ജീവിക്കും. മോളെ, ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ ഇല്ലേ ഈ എഴുന്നേറ്റ് നിൽക്കുന്ന ആൾക്കാരാ. ആ എഴുന്നേറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ഗംഭീര കയ്യടി കൊടുത്തേ. അമൃത ചാനലുകാരുടെ പ്രത്യേക റിക്വസ്റ്റ്, ഇവരെല്ലാവരുടെയും മുഖം വൃത്തിയിൽ എടുത്തു വെച്ചോണം. ഭാവിയിൽ എന്തെങ്കിലും ഇവരുടെ മേഖലയിൽ നിന്നും ഡൈവേർട്ട് ചെയ്ത് പോവുകയോ ഉഴപ്പുകയോ നാടുവിടുകയോ ചെയ്യുകയാണെങ്കിൽ, നാടുവിടാൻ നിങ്ങൾ ഇഷ്ടം കേട്ടോ, ഉഴപ്പുകയാണെങ്കിൽ അന്ന് നമ്മളിത് റീടെലികാസ്റ്റ് ചെയ്ത് കാണിക്കും. അന്ന് പാഷൻ എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഇട്ടിട്ട്, മ്യൂസിക് ഇട്ടിട്ട് വേറെ പണിക്ക് പോയില്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ കളിയാക്കും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? പ്ലീസ് ഡൗൺ, പ്ലീസ് ഡൗൺ, പ്ലീസ് ഡൗൺ, പ്ലീസ് ഡൗൺ. ആത്മവിശ്വാസം ജന്മനാ ഉണ്ടാവേണ്ട, നമുക്ക് വളർത്തിയെടുക്കാം. പറഞ്ഞേ, ആത്മവിശ്വാസം ജന്മനാ ഉണ്ടാവേണ്ടതില്ല, നമുക്ക് വളർത്തിയെടുക്കാം. എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ അച്ഛനും അമ്മയുമാണ്. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അതേ അച്ഛൻ്റെയോ അമ്മയുടെയോ മകനോ മകളോ ജനിക്കണമെന്ന് എൻ്റെ പ്രാർത്ഥന. ഐ എം വൺ ഓഫ് ദ മോസ്റ്റ് ബ്ലെസ്ഡ് പേഴ്സൺ ഇൻ ദ വേൾഡ്. എന്തൊക്കെ സംഭവിച്ചാലും അതിനെ തരണം ചെയ്യാനുള്ള, താങ്ക് യു, ഈ കയ്യടി എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉള്ളതാണ്. താങ്ക് യു. അത് തുടങ്ങി വെച്ചാണ്ട് ആ ചേച്ചിയാണ്, അതൊരു അമ്മയാണ്. ചേച്ചി പേരെന്താ? ചേച്ചി പൊളിയാ, കയ്യടി. ആ ചേച്ചിയെ കയ്യടി തുടങ്ങി എൻ്റെ അച്ഛനും അമ്മയ്ക്കുള്ള കയ്യടി. വെരി ഗുഡ്, താങ്ക് യു. ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ ഞാൻ കണ്ടുപിടിച്ചൊരു മന്ത്രമുണ്ട്. ആ മന്ത്രം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, വായിച്ചേ. H for be hopeful, U for unleash your uniqueness, G for grow purposefully. First one, be hopeful. Be, ഇത് ശരിയോ തെറ്റോ? Challenges help you to realize and unleash your true potential. Yes or no? ഞാൻ പറഞ്ഞില്ല എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ അച്ഛനും അമ്മയാന്ന്. ഞങ്ങൾ ആശാരിമാരാണ്. എൻ്റെ അച്ഛൻ നന്നായിട്ട് ആശാരിപ്പണി അറിയാം. അച്ഛൻ സ്വന്തം വീടിനേക്കാളേറെ നാടിന് വേണ്ടി ജീവിച്ച മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ പണിക്ക് പോകുമെന്ന് വെച്ചാൽ കൃത്യമായി പണിക്കൊക്കെ പോകും. പക്ഷെ വരുന്ന തുകയിൽ നല്ല ശതമാനവും നാടിന് സംഭാവന നൽകിയിട്ടേ അച്ഛൻ വരത്തുള്ളായിരുന്നു. അച്ഛൻ പണിക്ക് പോകുന്ന രാവിലെ 2 കാലിലായിരുന്നു, തിരിച്ചു വൈകുന്നേരം വരുന്നത് സംഭാവന നൽകിയിട്ട്. പറ, എങ്കിൽ എവിടെയാണ് സംഭാവന നൽകുന്നേ? ബാറോ? അത്രയ്ക്ക് ലെവലില്ല. താഴെ ഷാപ്പ്, അത്രയും താഴെ പോകണ്ട, ഇടയ്ക്കോട്ട് പോട്ടെ. ബിവറേജ് കോർപ്പറേഷൻ, അവിടെ പോയി സംഭാവന നൽകി വന്നുകൊണ്ട് ചേച്ചി ബിവറേജിൽ പോയി വെള്ളം അടിച്ചിട്ട് വരുന്നത്. ചേച്ചിക്ക് മനസ്സിലായില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ സംഭവം അത് ഇല്ലല്ലോ, അതുകൊണ്ടാണ് മനസ്സിലാകാത്തത്. ഓക്കെ, ഫൈൻ. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഞങ്ങളുടെ നാട്ടിൽ എല്ലാവർക്കും നല്ല വീടുകൾ പണിത് കൊടുത്ത് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പണിത കൊട്ടാരം ഏകദേശം തന്നെ ഇങ്ങനെ ഇരിക്കും. ഞാൻ ജനിച്ചു വീണ വീട് ഇതുപോലത്തെയാ. ചാണകം മെഴുകിയ, തേക്കാത്ത ഭിത്തിയുള്ള, യാതൊരുവിധ അടിസ്ഥാന സൗകര്യവുമില്ലാത്ത, ടോയ്ലറ്റ് എന്നൊക്കെ പറഞ്ഞ പ്രകൃതി രമണീയമാ. കാറ്ററിയാം, വെയിലറിയാം, മഴയറിയാം. ഇവിടുത്തെ കാറ്റാണ് ഒന്നൊന്നര കാറ്റാ. ഓക്കെ, അപ്പൊ അതുപോലുള്ള സൗകര്യത്തിൽ ജനിച്ചു വളരാനുള്ള ഭാഗ്യം ഉണ്ടായി. മക്കളെ, നിങ്ങൾ എത്ര പേര് പട്ടിണി കിടന്ന് പഠിച്ചിട്ടുണ്ട്? ഭക്ഷണം കഴിക്കാനില്ലാതെ പട്ടിണി കിടന്ന്, മറ്റേ ഫോൺ മേടിച്ച് വെച്ചപ്പോ ഞാൻ ചത്തുപൊക്കോട്ടെ എന്നെ തവിട് കൊടുത്ത് മേടിച്ചാണോ? ആ ഷോ ഓഫ് അല്ല, കഴിക്കാനില്ലാഞ്ഞിട്ട് പട്ടിണി. ചില പിള്ളേരില്ലേ നെഞ്ചത്ത് നാസിഡോള് കൊട്ടുന്നേ, ചില പെൺപിള്ളേരില്ലേ മുടിയാട്ടം, കരിങ്കാളിയല്ലേ ഇല്ലേ? ഒന്നും ഇല്ല ഇവിടെ, അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ഇവിടെ എല്ലാം ഫ്ലാറ്റ് ലൈഫ് ആണല്ലോ. ഓക്കെ, ഫൈൻ. അപ്പൊ അച്ഛൻ പണിക്ക് പോകും കേട്ടോ, സ്നേഹമുണ്ടേ. പക്ഷെ അച്ഛൻ വൈകുന്നേരം മദ്യപിച്ചിട്ടാ വരുന്നതെങ്കിൽ ബഹള, കഞ്ഞിക്കലൊക്കെ എടുത്ത് എറിയൂന്നേ. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ കഞ്ഞിക്കലൊക്കെ ആകാശം വഴി ഇങ്ങനെ പ്ലേറ്റ് ഒക്കെ ചിങ്ചാന്നൊക്കെ പറഞ്ഞ്. നിങ്ങൾ ജുറാസിക് പാർക്ക് സിനിമ കണ്ടുണ്ടോ? തിയേറ്ററിലാണോ, ടി വിയിലാണോ, ഫോണിലാണോ? ഞങ്ങളൊക്കെ നേരിട്ടാ കണ്ടോണ്ടിരുന്നേ. ജുറാസിക് പാർക്കും ദിനോസറുള്ളേ എൻ്റെ വീട്ടിൽ വന്നാൽ മതി, കാണിച്ചു തരാം. ഓക്കെ. അച്ഛനെ കളിയാക്കാനോ കുറ്റപ്പെടുത്താനോ പറയുന്നല്ല, അങ്ങനത്തെ സ്വഭാവ ദൂഷ്യം കൊണ്ട് സംഭവിച്ച. അതുകൊണ്ടെന്ന് വെച്ചാൽ ചെറുപ്രായത്തിലെ പട്ടിണി എടുക്കാൻ അവസരമുണ്ടായി. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ, 10ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ പുതിയ യൂണിഫോം, ഷർട്ടോ പാൻറ്റോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. എന്ന് വെച്ച് തുണി എടുക്കാൻ പോകുകയല്ലായിരുന്നു. മറിച്ച് ചേട്ടൻ്റെ പഴയ ഡ്രസ്സ്, നിങ്ങൾ അങ്ങനെ ചിന്തിക്കും, എനിക്കറിയാം, ജെൻസിയാ. ചേട്ടൻ്റെ പഴയ ഡ്രസ്സ് എടുത്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. മക്കള് സ്കൂളിൽ പോകുമ്പോ പഠിക്കാൻ കിട്ടിയ അവസരത്തിന് നന്ദി പറയാറുണ്ടോ? ഉണ്ടോ?
ഞാൻ കൊതിച്ചിട്ട് എന്റെ അമ്മയുണ്ടല്ലോ അച്ഛന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ 3 തവണ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്നേ. അച്ഛൻ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും. ഒരു തവണ അമ്മ കഴുക്കോലയിൽ സാരി ഉടക്കിയിട്ട് ഹാങ് ചെയ്യാൻ നോക്കി. ഒരിക്കൽ അമ്മ മണ്ണെണ്ണ ദേഹത്തൊഴിച്ച് കത്തിക്കാൻ നോക്കി. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മ കെൻറ്റിച്ചാടി മരിക്കാൻ നോക്കി. സ്കൂൾ വിട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പം അച്ഛനും അമ്മയോ ജീവനോടെ ഉണ്ടോ എന്ന് ഉറപ്പില്ലാതെ ഞാൻ ചെല്ലുന്നത്. ആ 7ാം ക്ലാസ്സിൽ അന്ന് അമ്മ കെൻറ്റിച്ചാടി മരിക്കാൻ ശ്രമിച്ച ദിവസം ഞാൻ അന്ന് സ്കൂളിൽ നിന്ന് വന്നപ്പം തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചിയെ വിളിച്ചു പറഞ്ഞു, കൊച്ചെ വേഗം ചെല്ല, അമ്മ കെൻറ്റിച്ചാടാൻ പോകുന്നു. ഞാൻ ഓടിച്ചെന്ന് അമ്മയുടെ സാരിയെ പിടിച്ച് വലിച്ച് താഴോട്ടിട്ട് ഞാൻ കരഞ്ഞോണ്ട് ചോദിച്ചു, ഈ അച്ഛനൊപ്പം ഞങ്ങളെ തനിച്ചാക്കിയിട്ട് അമ്മ പോകുവാണോ എന്നാ. അന്നേരം അമ്മ പിന്മാറിയത്. അന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ അമ്മയോട് ഒരു ചോദ്യം ചോദിച്ചു, അമ്മേ നമുക്ക് മാത്രം എന്താ അമ്മ എന്നും ഇങ്ങനെ കഷ്ടപ്പാട് മാത്രം, പട്ടിണി മാത്രം, ബുദ്ധിമുട്ട് മാത്രം? അപ്പൊ അമ്മ പറഞ്ഞൊരു മറുപടിയാണ്, മോനെ ദൈവം നന്നായിട്ട് സ്നേഹിക്കുന്നവരെ നന്നായിട്ട് പരീക്ഷിക്കും. അവിടെയും പറയുന്നുണ്ടല്ലേ. നമ്മളോട് ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് അമ്മ ഒന്നുകൂടെ ചേർത്തു, പൈസ ഇല്ലായ്മ മാത്രമേ നമുക്ക് കുറവുള്ളൂ, പൈസ ഇല്ലായ്മ മാത്രമേ ഉള്ളൂ. എടാ ദൈവം നിനക്ക് മറ്റാർക്കുമില്ലാത്ത യുണീക്കായിട്ടുള്ള കഴിവ് നൽകിയിട്ടുണ്ട്, യുണീക്കായിട്ടുള്ള. ഞാൻ ചോദിച്ചു എന്താ കഴിവ്? അതെനിക്കറിയത്തില്ല, അത് നീ സ്കൂളിൽ പോയി കണ്ടുപിടിച്ചോണം. അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മേ സ്കൂളിൽ പട്ടിണി കിടന്നല്ലേ പഠിക്കാൻ പോകുന്നു, മടുപ്പല്ലേ? അപ്പൊ അമ്മ പറഞ്ഞു, ഇനി നിങ്ങൾ പട്ടിണി കിടക്കില്ല എന്ന് പറഞ്ഞ് എൻ്റെ അമ്മ അടുത്തുള്ള ഒരു തടിമില്ലി പണിക്ക് പോകാൻ തുടങ്ങി. എവിടെ? തടിമില്ലിൽ. അമ്മ പണിക്ക് പോകുന്നു, അച്ഛനും ചേട്ടനും ഞാനും വീട്ടിലുണ്ട്. അപ്പോൾ 3 ആണുങ്ങൾ വീട്ടിലിരിക്കുന്നു. ആരാ പണിക്ക് പോകുന്നേ? എൻ്റെ അമ്മ പണിക്ക് പോകുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കട. എൻ്റെ അമ്മയുടെ കണ്ണ് നിറഞ്ഞ എൻ്റെ ചങ്ക് പടയും. അങ്ങനെയുള്ള പിള്ളേരൊന്ന് കൈപ്പൊക്കിക്കേ. അമ്മയുടെ കണ്ണ് നിറയുമ്പോൾ ചങ്ക് പടയുന്നവര്, നിങ്ങളുടെ അമ്മയൊക്കെ ഭയങ്കര ഭാഗ്യം ചെയ്താ കേട്ടോ. ആ വലതരേക്കകത്ത് അമ്മയുടെ മുഖം ഓർത്തേ, ഉമ്മ ഓർത്തേ, കൊടു. ഇതൊക്കെ കൊടുക്കേണ്ട സമയത്ത് കൊടുത്തോണം. ഓക്കെ, അടുത്തിരിപ്പുണ്ടെങ്കിൽ ലൈവായിട്ട് കൊടുത്തു. ഓക്കെ ഫൈൻ. അതുകൊണ്ട് ഞാൻ ആ തീരുമാനം എടുത്തു, 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മയോടൊപ്പം പണിക്ക് പോകാൻ. At the age of 13, I become the breadwinner of my family. 13ാമത്തെ വയസ്സിൽ സ്കൂൾ പഠിത്തം നിർത്താതെ ഞാൻ പണിക്ക് പോകാൻ ആരംഭിച്ചു. എനിക്ക് കാനഡ പോകണ്ടല്ലോ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ, ഇവിടെ മതിയല്ലോ. അത് വേറൊന്നുമല്ല, അമ്മമാരോട് സ്നേഹമുള്ള ആ മക്കൾക്ക് ഒരു എക്സ്ട്രാ ഊരുണ്ടാവും. എനിക്ക് ആ ഊര് കിട്ടിയിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, ഞാൻ റോക്കി ഭായി പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളി അമ്മ. ആ അമ്മയ്ക്ക് വേണ്ടി പോരാടാൻ മടിയുണ്ടാവണോ? അങ്ങനെ 13ാമത്തെ വയസ്സിൽ പണിക്ക് പോകാൻ തുടങ്ങി. സ്കൂളിൽ പഠിക്കുമ്പോൾ പണിക്ക് പോകുന്നുണ്ട്, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പണിക്ക് പോകുന്നുണ്ട്. പത്രം ഇട്ടിട്ട് 10ലെ എക്സാം എഴുതിയത്. 10ാം ക്ലാസ്സിലെ 2ാമനായിട്ട് പഠിച്ച് പുറത്തിറങ്ങാനായിട്ട് സാധിച്ചു. പ്ലസ് ടുവിന് സ്കൂളിലെ 2ാമനും ക്ലാസ്സിലെ 1ാമനുമായിട്ട് പഠിച്ചിറങ്ങാനായിട്ട് സാധിച്ചു. കഴിവ് കൊണ്ടല്ല, ആവശ്യം കൊണ്ട്. ഉഴപ്പണമെന്ന് തോന്നുമ്പോൾ ഒരാളുടെ മുഖം ഓർത്താൽ മതി. ആരുടെ? കാമുകിടിയോ? അമ്മയുടെ. എനിക്ക് കാമുകിയൊന്നും ഇല്ല, സമയമില്ല. ഓക്കെ, അമ്മയുടെ മുഖം ഓർത്താൽ മതി. സ്വാഭാവികമായിട്ടും പ്ലസ് 2 കഴിഞ്ഞു. ആ സമയം ഞാൻ എൻ്റെ യൂണിക്നെസ് കണ്ടുപിടിച്ചു. എൻ്റെ ഉള്ളിൽ നല്ലൊരു ടീച്ചർ ഉണ്ട്, എനിക്ക് പഠിപ്പിക്കാൻ നല്ല കഴിവുണ്ട്. 2, പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടുപിടിക്കാൻ കഴിവുണ്ട്, മനുഷ്യനെ സഹായിക്കാൻ കഴിവുണ്ട്. അങ്ങനെ ഒന്നെങ്കിൽ ടീച്ചർ അല്ലെങ്കിൽ നേഴ്സ് എന്ന ആഗ്രഹവുമായി, പഠിക്കണമെന്ന ആഗ്രഹവുമായി ചെന്ന് കയറിയത് അച്ഛൻ്റെ മടയിലാണ്. ആവശ്യം അറിയിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, മക്കളെ പൈസയൊക്കെ എടുത്തുള്ള പഠിത്തം നമുക്ക് നടക്കത്തില്ല, ഒന്നെങ്കിൽ നീ സൗജന്യമായി പഠിക്കുക, ഇല്ലെങ്കിൽ നാളെ തൊട്ട് അമ്മയുടെ കൂടെ മില്ലിപ്പണിക്ക്. അങ്ങനെ പ്ലസ് 2 കഴിഞ്ഞ് പഠിത്തം നിർത്തി വീണ്ടും മില്ലിപ്പണിക്ക് പോകാൻ തുടങ്ങി. വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ആ നാട്ടിലെ ചെണ്ടമേളം പഠിപ്പിക്കുന്ന ഒരു ആശാൻ, ആശാനോടൊപ്പം കൂടി ചെണ്ടമേളം പഠിച്ച് അരങ്ങേറി പൊട്ടിക്കിട്ടിയ പൈസ കൂട്ടി വെച്ച് പോളിടെക്നിക്ക്, എവിടെയാ അഡ്മിഷൻ എടുത്തു. 3 വർഷം ചോര നീരാക്കി പോളിടെക്നിക്കിൽ പോയി പഠിച്ചു. പാലാ പോളിടെക്നിക്കിൽ നിന്ന് ഇൻസ്ട്രുമെന്റേഷൻ ടെക്നോളജി. ഇഷ്ടം കൊണ്ട് പോയി പഠിച്ചതല്ല, ജോലി കിട്ടാൻ വേണ്ടി പഠിച്ച. പോളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കോളേജ് ടോപ്പറും സംസ്ഥാന തലത്തിൽ 4ാം റാങ്കോട് കൂടി പാസ്സാകാനായിട്ട് സാധിച്ചു. താങ്ക് യു. ഒരു ജോലിക്ക് വേണ്ടി നോക്കി, ഒറ്റ ഒരു സ്ഥാപനത്തിനെ നോക്കിയുള്ളൂ. അവിടെ എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചു. ജോലിക്കായിട്ട് നോക്കിയ സ്ഥാപനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ചന്ദ്രയാനൊക്കെ വിക്ഷേപിച്ച സ്ഥലം എവിടാ? എക്സാക്ട്ലി. എന്റെ ആദ്യ ഇന്റർവ്യൂ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തുമ്പ, ISRO. 21ാമത്തെ വയസ്സ്. താങ്ക് യു സോ മച്ച്. എന്നെ പൊളിപ്പിള്ളേരാ, കിടുക്കം പിള്ളേര്.
2 ദിവസം നിങ്ങൾക്ക് ക്ലാസ്സിൽ കണ്ടതായിരുന്നു. കിടുക്കം പിള്ളേര്. ഓക്കെ, പൊളിപ്പിള്ളേര്. വലതിയെടുക്ക് സ്വന്തം തോളത്തട്ട്. ഞാൻ തട്ട് ഞാൻ സൂപ്പറാന്ന് പറ. ഞാൻ സൂപ്പറാന്ന് പറ. ഞാനിവിടെ പറയാം, ഞാൻ സൂപ്പറാ പറ. മോനെ തട്ട്, തോളെ തട്ട്. സ്വന്തം തോളിൽ പാറ്റ് ചെയ്യൂ, എന്നിട്ട് പറ ഞാൻ സൂപ്പറാന്ന്. മിടുക്കൻ. ഫൈൻ. എന്റെ ജോലി ഇന്റർവ്യൂ 2009 ഒക്ടോബർ മാസം 28-ാം തീയതി എന്റെ ഇന്റർവ്യൂ. 11 ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ ജീവിതത്തിൽ ചെറിയൊരു ചലഞ്ചൂടെ ഞാൻ നേരിടേണ്ടി വന്നു. ചലഞ്ചാണല്ലോ ജീവിതം. നിങ്ങൾക്ക് ഈ സംഭവം പരിചയമുണ്ടോ? ക്രൈബ് ബാൻഡേജ് എന്ന് പറയും. ക്രൈബ് ബാൻഡേജ്. എന്റെ വലതുകാലം ഒരു സർജറി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലും ശ്രീചിത്ര ഹോസ്പിറ്റലും. സർജറിയുടെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് പോയിട്ട് ഞാൻ തിരിച്ചു വന്നു. എന്റെ കാലിൽ ഇതുപോലെ 2 ബാൻഡേജ് ചുറ്റിട്ടുണ്ടായിരുന്നു. കോട്ടയം റെയിൽവേ സ്റ്റേഷനില്ലേ, അവിടെ ഞാൻ ട്രെയിൻ ഇറങ്ങി ബസ് പിടിക്കാൻ വേണ്ടി നാഗമ്പടത്തേക്ക് പാളം വഴി പോകൂലേ. നിങ്ങൾ ഒരിക്കലും പോവല്ലേ, ഞാൻ സ്ഥിരം പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. അവിടുന്ന് ഞാൻ ഇറങ്ങി ഓടിയപ്പോൾ എന്റെ കാലിലുണ്ടായിരുന്ന ബാൻഡേജിൽ ഒരെണ്ണം അഴിഞ്ഞു പോയി. അത് പാളത്തിലുടക്കി ഞാൻ ഒരു പാളത്തിൽ നിന്ന് അടുത്ത പാളത്തിലേക്ക് തലയിടിച്ച് വീണു. വീണ വീഴ്ചയിൽ എന്റെ ബോധം പോയി. ട്രെയിൻ വന്നു, എന്റെ മുകളിൽ കൂടെ കയറിപ്പോയി. ആ ട്രെയിൻ എന്റെ ശരീരത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് പോയത്. ട്രെയിൻ കയറിയത് എന്റെ വലത് കൈപ്പത്തിന്റെ മുകളിൽ കൂടിയാണ്. എനിക്ക് വലത് കൈപ്പത്തി ഇല്ല, ഇത് വെപ്പ് കൈയാണ്. തീർന്നില്ല, ആ ട്രെയിനിന്റെ ഇടത് കയ്യേലും കയറി പകുതി മുറിച്ചിട്ടാണ് പോയത്. ഈ വിരലുകൾ തുന്നിച്ചേർത്തെടുത്ത ഇത്രയും ദൂരത്തുള്ളൂ. ഇപ്പോഴും ഞാൻ മടക്കി പിടിച്ചിരിക്കുന്നതല്ല കേട്ടോ, എന്റെ ഒരു വിരല് പോലും എനിക്ക് പ്രോപ്പർലി നൂർക്കാൻ പറ്റില്ല ഇപ്പോഴും. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ആ ട്രെയിൻ എന്റെ ഇടത് കാലും എടുത്തുകൊണ്ട് പോയി. എനിക്ക് ഇടത് കാലും ഇല്ല, മുട്ടിന് താഴെ. വിശ്വാസം വരുന്നില്ല? ഇല്ല? ഇപ്പൊ വിശ്വാസോ? എന്റെ യഥാർത്ഥ രൂപം ഇതല്ല, അതാണ്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വലത് കൈയിലേക്ക് ഒന്ന് നോക്കാവോ? ഓൾ ഓഫ് യു പ്ലീസ് ലുക്ക് അറ്റ് യുവർ റൈറ്റ് ഹാൻഡ്. വലത് കൈയിലേക്ക് ഒന്ന് നോക്കാവോ? നോക്കിക്കേ. ആ കൈ നിങ്ങളുടെ വിശപ്പ് എത്ര തവണ മാറ്റിയിട്ടുണ്ട്? ആ കൈ കൊണ്ട് നിങ്ങൾ എത്ര അക്ഷരങ്ങൾ കുറിച്ചിട്ടുണ്ട്? എത്ര പേർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ടുണ്ട്? ഇനി ആ കൈ ഒപ്പമില്ല എന്ന് തിരിച്ചറിഞ്ഞ നിമിഷത്തെ വേദന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ കാലുകളൊന്ന് അനക്കിക്കേ. ഇന്ന് വീട് മുതൽ ഇവിടം വരെ എത്ര സ്റ്റെപ്പ് നിങ്ങൾ വെച്ചിട്ടുണ്ട്? എണ്ണിയില്ലല്ലേ? എണ്ണേണ്ട ആവശ്യമില്ലല്ലേ? പക്ഷെ ഓരോ ചുവട് വെക്കുമ്പോഴേ ഞാൻ എണ്ണിയിട്ടാണ് വെക്കുന്നത്. അത്രയും വേദനയുണ്ട് അടിയിൽ നിന്ന് മുകളിലോട്ട്. ചില ദിവസമൊക്കെ കാല് പൊട്ടും. ക്ലാസ് ഒഴിവാക്കാൻ പറ്റില്ല, നിന്നങ്ങ് എടുക്കും. എനിക്ക് ബോധം വരുന്ന പിറ്റേ ദിവസം രാവിലെ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ICUവിൽ ഞാൻ കിടക്കുമ്പോഴാണ്. ആരോ വന്ന് എന്നെ തട്ടി ഉണർത്തിയപ്പോഴാണ് ബോധം വന്നത്. തട്ടി ഉണർത്തത് വേറെ ആരുമല്ല, എൻ്റെ അമ്മയായിരുന്നു. 10 ദിവസം കൂടെ കഴിഞ്ഞാൽ ISROയിൽ ജോലി കിട്ടുമെന്ന് പറഞ്ഞ് അമ്മയുടെ എല്ലാ ദുഃഖങ്ങളും തീർക്കാൻ ദൈവം കൊടുത്ത നിധിയാണ് ഞാൻ എന്ന് അമ്മ കരുതിയത്. പക്ഷെ എൻ്റെ അമ്മയെ ഏറ്റവും അധികം വേദനിപ്പിച്ച വിധിയായി ഞാൻ മാറി. കണ്ണു തുറന്നപ്പോഴേ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എൻ്റെ വലത് കൈ തിരിച്ചു കിട്ടിയല്ലേ എന്നാണ്. അമ്മ കരഞ്ഞോണ്ട് പറഞ്ഞു, എന്നോട് അത് മുറിച്ചു മാറ്റിയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അമ്മ എൻ്റെ ഇടതുകാലം? അമ്മ പറഞ്ഞു, അതും മുറിച്ചു മാറ്റിയെന്ന് പറഞ്ഞു. അമ്മ തുന്നിച്ചേർക്കാൻ ഒരു മാർഗം ഇല്ലാഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പം അമ്മ ഏങ്ങലടിച്ച് കരഞ്ഞോണ്ട് പറഞ്ഞു, ഡോക്ടർമാർ പരമാവധി നോക്കിയതാടാ, അത് വേറെ വേറെ കഷ്ണങ്ങളായിട്ട് അരഞ്ഞു പോയായിരുന്നു. എൻ്റെ കണ്ണിക്കടി ഇരുട്ട് കയറി. 21 വയസ്സ് വരെ എത്രയൊക്കെ വേദന വന്നാലും എത്രയൊക്കെ പട്ടിണി കിടന്നാലും തിരിച്ചു വരാൻ പറ്റുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ആ നിമിഷം ഞാൻ തിരിച്ചറിഞ്ഞു, എനിക്കിനി ഒരു തിരിച്ചു വരവില്ല. കൂലിപ്പണിക്ക് പോകാൻ കൈയും കാലും വേണ്ടേ. ISROയിൽ ചെന്നിട്ട് എടുക്കൂല, ഇന്റർവ്യൂ കഴിഞ്ഞിട്ടില്ല, എടുക്കൂല. എൻ്റെ റാങ്ക് കൊണ്ട് പ്രയോജനമില്ല, ചെണ്ട വെട്ടാൻ കൈ വേണ്ടേ. എല്ലാം പോയി, എല്ലാം. ഒരു നിമിഷത്തെ അശ്രദ്ധ. അതുകൊണ്ട് തന്നെ ഞാൻ ആ കട്ടിൽ വെച്ച് എൻ്റെ അമ്മയോട് ആവശ്യപ്പെട്ടു, അമ്മ എന്നെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോട്ടെ. എന്ത് ചെയ്യാനാ അമ്മ, ഒരു ഉപകാരം ചെയ്യണം. അമ്മ ഡോക്ടറോട് പറഞ്ഞിട്ട് രാഷ്ട്രപതിക്ക് കത്തെഴുതി എന്നെ ദയാവധത്തിന് വിധേയനാക്കാൻ പറ്റുമെന്ന് ഒന്ന് ചോദിക്കമ്മേ. എന്നെ എന്തേലും മരുന്ന് കുത്തിവെച്ച് എന്നെ ഒന്ന് കൊല്ലാൻ പറയമ്മേ, എനിക്ക് ഈ വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നെ നിങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട് 30 മിനിറ്റ് ആയിട്ടുള്ളൂ. നിങ്ങളുടെ കണ്ണ് ഇത്രയെന്ന് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ നൊന്തു പ്രസവിച്ച് 21 വർഷം വളർത്തിയ ആ അമ്മ ഈ രൂപത്തിൽ എന്നെ കാണുമ്പോൾ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. ആ അമ്മ എൻ്റെ പൊക്കത്തോട്ട് ഒറ്റ വീഴ്ചയായിരുന്നു. അമ്മയുടെ ചുണ്ട് വന്നത് എൻ്റെ ചെവിയില.
അന്ന് അമ്മ ഏങ്ങലടിച്ചു പറഞ്ഞത് ഇന്ദു എന്റെ ചെവിയിൽ മുഴങ്ങിക്കേക്കാം. അമ്മ പറഞ്ഞതാണ്, എന്നാക്ക കുറവുണ്ടേലും ശരി നിന്നെ എനിക്ക് വേണം എന്റെ മരണം വരെ. എടാ, ലോകത്തോരമ്മയ്ക്കും അവര് ജീവിച്ചിരിക്കുന്ന കാലങ്ങളിൽ മക്കളും മരിക്കാന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. നിന്നെ നിന്റെ ചേട്ടനെ അത്രയും കഷ്ടപ്പെട്ട് അമ്മ വളർത്തിയെ. എനിക്ക് എന്റെ അന്ത്യശ്വാസം വരെ നിന്നെ കാണാൻ വേണം. ഇതാണ് എന്റെ അമ്മ. എനിക്ക് 2 ജന്മങ്ങൾ നൽകിയ ദൈവം, പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളി അമ്മ. നടക്കില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയതാ. നിങ്ങൾക്ക് ഊഹിക്കാം, കാല് നഷ്ടപ്പെട്ട ആൾക്കാർ ആദ്യം നടന്ന് പഠിക്കുന്ന കക്ഷത്തിൽ ഒരു ക്രച്ചസോ വോക്കറോ പിടിച്ചിട്ടാ. കണ്ടിട്ടില്ലേ? അത് പിടിക്കണമെങ്കിൽ എന്ത് വേണം? പറ, ഉണ്ടോ? ഉള്ള ഈ കൈയുടെ അവസ്ഥ ഇപ്പോഴും ഇതാ. നടക്കില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു, നടന്നേ പറ്റൂ എന്ന് എന്റെ അമ്മയും പറഞ്ഞു. ഇന്ന് നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാന്മാരായ വ്യക്തികൾ ചെയ്യുന്നതിൽ 95% കാര്യങ്ങളും വേറെ ആരുടെയും സഹായമില്ലാതെ ഞാൻ ചെയ്യും, ചെയ്തെടുക്കും. ജോലി അന്വേഷിച്ചിറങ്ങി ആരും ജോലി ഒന്നില്ല, ഇൻക്ലൂഡിങ് PSC വരെ റിജക്ട് ചെയ്തൊരു സമയം ഉണ്ടായിരുന്നു. അവിടെയാണ് താണ്ട് ഈ വ്യക്തിയെ, എന്റെ ഗുരുനാഥനെ പരിചയപ്പെടുന്നത്. അദ്ദേഹം ചോദിച്ചേ, എടാ നിന്റെ യുണീക്നെസ് എന്താ? ഞാൻ പറഞ്ഞു, സാറെ പഠിപ്പിക്കാൻ കഴിവുണ്ട്, പ്രശ്നത്തിൽ പരിഹാരം കണ്ടെത്താൻ കഴിവുണ്ട്, ആൾക്കാരെ സഹായിക്കാൻ വലിയ മനസ്സാ. എടാ കണ്ടുപിടിക്കടാ, ഇറങ്ങടാ. നീ നിന്റെ കഴിവ് തെളിയിച്ച 2 കൊല്ലത്തിനകം നിന്നെ ഞാൻ ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയി ക്ലാസ് എടുപ്പിക്കും. എവിടെ? 2 അല്ല 1.5 കൊല്ലത്തിനകം അദ്ദേഹം ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയി. ഒരു വട്ടമല്ല പലവട്ടം. അവിടെയുള്ള ഡോക്ടേഴ്സിനും പ്രൊഫഷണൽസിനും ഒക്കെ എന്റെ ജീവിതം കൊണ്ട് അവരെ ഇൻസ്പയർ ചെയ്യിക്കാനായിട്ട് 2014 ഒരിക്കൽ കൂടെ ഞാൻ തിരുവനന്തപുരത്ത് പോയി. 2009 പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് കൈയും കാലും പോയത്. 2014 പോയത് ആ വർഷത്തെ സംസ്ഥാനത്തെ മികച്ച ഭിന്നശേഷി വിഭാഗം പരിശീലകനുള്ള അവാർഡ് കരസ്ഥമാക്കുവാനായിട്ട്. പിന്നീടുള്ള വർഷങ്ങളിലൊക്കെ ഇങ്ങനെ കുറെ അധികം നിങ്ങളുടെ പ്രിയങ്കനായ ആസിഫ് അലിയുടെ നടക്കമൊക്കെ അവാർഡുകളും അംഗീകാരങ്ങളൊക്കെ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ബെസ്റ്റ് മോട്ടിവേഷൻ ട്രെയിനർ, ബെസ്റ്റ് സോഷ്യൽ വർക്കർക്ക്, ഇങ്ങനെ പല വിധത്തിലുള്ള അവാർഡുകളും കാര്യങ്ങളൊക്കെ നേടാൻ സാധിച്ചിട്ടുണ്ട്. 2019 ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ലോകത്തെ മികച്ച 10 യുവ പ്രതിഭകളെ തെരഞ്ഞെടുത്തപ്പോൾ അതിലേക ഇന്ത്യക്കാരനായി, ഏക മലയാളിയായി, ഏക ഭിന്നശേഷിക്കാരനായി അവാർഡിന് അർഹനാകാനുള്ള ഭാഗ്യമുണ്ടായി. ആൻഡ് ഫൈനൽ പോയിന്റ്, ഗ്രോ മക്കളെ, സ്വപ്നത്തെക്കാൾ അപ്പുറം നിങ്ങൾ കാണേണ്ടത് പർപ്പസ് ആണ്. പർപ്പസ് എന്താന്ന് ഞാൻ സിമ്പിൾ ആക്കി പറയാം. നിങ്ങളുടെ സ്വപ്നം ഡോക്ടർ ആകുക എന്നാണെങ്കിൽ അത് അംബിഷൻ മാത്രമാണ്. ഡോക്ടറായിട്ട് എങ്ങനെ ഈ ലോകത്തെ സ്വാധീനിക്കണം എന്നുള്ളതാണ് പർപ്പസ്. ഈസ് ദാറ്റ് ക്ലിയർ? ടീച്ചർ ആകുക എന്നുള്ളത് ഗോളാണ്, അംബിഷനാണ്. ടീച്ചറായിട്ട് എങ്ങനെ ഈ സമൂഹത്തെ സ്വാധീനിക്കണം എന്നുള്ളത് പർപ്പസ്. സിവിൽ സർവീസ് എടുക്കുക എന്നുള്ളത് അംബിഷനാണ്. അതിലൂടെ ഈ ലോകത്തെ എങ്ങനെ സ്വാധീനിക്കണം എന്നുള്ളത് പർപ്പസ്. അംബിഷൻ നിങ്ങൾക്ക് വേണേൽ ചേഞ്ച് ചെയ്യാം, പർപ്പസ് ചേഞ്ച് ചെയ്യാൻ പറ്റൂല. പർപ്പസ് ചേഞ്ച് ചെയ്യാൻ ഫുൾഫിൽ ആയാലും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ വരില്ല. ഞാനത് സിമ്പിൾ ആക്കി പറയാം. എന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ആഡിങ് വാല്യൂ ടു പീപ്പിൾ ആൻഡ് ട്രാൻസ്ഫോമിങ് ദെയർ ലൈഫ്. സിമ്പിൾ ആക്കി പറയാം. ഇന്നത്തെ ഈ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മോട്ടിവേഷൻ വന്നോ? പ്രചോദനം വന്നോ? എന്റെ വാല്യൂ അഡീഷനാ ആദ്യത്തെ ഭാഗമായുള്ളൂ. ഈ ക്ലാസ് എന്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യുന്ന എപ്പോഴാണെന്നറിയോ? കുറച്ച് നാളുകൾക്ക് ശേഷം, 3 മാസം 6 മാസം 1 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ എനിക്ക് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് ഇടുക, സാറേ അന്നൊരു ക്ലാസ് സാർ എടുത്തില്ലേ, സാർ അന്ന് പറഞ്ഞ സംഭവം കൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഞാൻ വരുത്തി എന്ന് പറയുമ്പോഴാണ് എന്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്തുള്ളൂ. ഈസ് ദാറ്റ് ക്ലിയർ? അല്ലെങ്കിൽ എന്റെ ക്ലാസ് പകുതിയെ വിജയിച്ചുള്ളൂ എന്ന് ഞാൻ പറയും. എനിക്ക് ഉറക്കം കിട്ടില്ല. സംഭവം കത്തിയോ? സമൂഹത്തിൽ വേദന അനുഭവിക്കുന്നവരെ സഹായിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം കിട്ടില്ല. നിങ്ങൾ നോക്ക്, കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞാൻ കിടന്ന PMR എന്നൊരു ബിൽഡിംഗ് ഉണ്ട്. PMR കാല് വെക്കാൻ വേണ്ടി കിടന്ന ആ ബിൽഡിങ്ങിൽ ലിഫ്റ്റും റാമ്പും ഇല്ല. കാലില്ലാത്ത ഞാൻ 3 നില കയറി ഇറങ്ങിയത് എങ്ങനെയാണെന്നറിയോ? ഇരുന്ന് നിരങ്ങുമായിരുന്നു. അവിടുന്ന് ഇറങ്ങി ഞാൻ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തു. എന്നെപ്പോലെ ഒരുപാട് പേര് ഫൈറ്റ് ചെയ്തു. ഇന്ന് നിങ്ങൾ ആ PMR നോക്ക്, അവിടെ ലിഫ്റ്റും ഉണ്ട്, റാമ്പും ഉണ്ട്. ഐ ഫുൾഫിൽഡ് മൈ പർപ്പസ്. ജിലു മാരിയറ്റിനെ അറിയാവോ? ജിലു മാരിയറ്റ് 2 കൈകളും ഇല്ലാതെ കാലുകൊണ്ട് വാഹനം ഓടിച്ച് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത പെൺകുട്ടി. വിത്തൗട്ട് മോഡിഫിക്കേഷൻ ആദ്യം ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയത് ആർക്കാ? പറ, ഞാൻ എങ്ങനെ എന്നെ പറ്റി പറ. എനിക്ക് ലൈസൻസ് കിട്ടിയപ്പോൾ അതുപോലെ വേദനിക്കുന്ന കുറെ ആൾക്കാർക്ക് അത് അയച്ചു കൊടുത്തു. അങ്ങനെ കേരളത്തിൽ നിയമ സംവിധാനം ഉണ്ടായത് ഭിന്നശേഷിക്കാർക്ക് വാഹനം ഓടിക്കണമെന്ന്. എനിക്ക് കിട്ടിയ ലൈസൻസ് കൊണ്ട് അവർക്കൂടെ ഉപകാരം ഉണ്ടാകുമ്പോൾ ഞാൻ എന്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യപ്പെട്ടില്ലേ? യെസ് ഓർ നോ? യെസ്.
നിങ്ങൾ കോട്ടയം കളക്ടറേറ്റിൽ വന്നാൽ ഇപ്പൊ അവിടെ ലിഫ്റ്റ് കാണാം. കോട്ടയം കളക്ടറേറ്റിൽ ലിഫ്റ്റ് കാണാം. ഭിന്നശേഷിക്കാർക്ക് എല്ലാ സ്ഥലങ്ങളിലും പാർക്കിംഗ് സൗകര്യം, നിങ്ങളുടെ സ്കൂളിലൊക്കെ നോക്കിയാൽ ഒരു റാമ്പും ഒരു വണ്ടി വാഹനം പാർക്ക് ചെയ്യാൻ സൗകര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച വെളുത്ത കരങ്ങൾ. ഞാൻ മാത്രമല്ല കേട്ടോ, അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. സോ എന്റെ ലൈഫ് കൊണ്ട് എങ്ങനെ സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാം എന്നുള്ള ചിന്തയാണ് മുമ്പോട്ടായിട്ട് വന്നത്. കല്യാണമൊക്കെ കഴിഞ്ഞു കേട്ടോ. അതാണ് ഭാര്യ, സുന്ദരിയല്ലേ? ഒരു മോനുണ്ട്, ലോക്നാഥ്. ആൻഡ് റൈറ്റ് നൗ ഐ ആം എ ഗവൺമെന്റ് എംപ്ലോയി. എന്ത് പിൻവാതിൽ നിയമനമൊന്നുമല്ല, ഞാൻ PSC ടെസ്റ്റ് എഴുതി സർവീസ് വന്ന. എന്നിട്ട് 6 വർഷം ജോലി ചെയ്തു. എന്നിട്ട് അന്നേരമാണ് ഞാൻ കാണുന്നത് നമ്മുടെ നാട്ടിൽ പിള്ളേരെല്ലാം നാട് വിട്ടു പോകുന്നു, ഇവിടെ തൊഴിൽ കൊടുക്കാൻ ആൾക്കാരില്ല, പിള്ളേർക്കൊന്നും ജോലിയില്ല. അപ്പൊ ഞാൻ ജോലിയിൽ നിന്ന് അങ്ങ് ഇറങ്ങി. എന്നിട്ട് സ്വന്തമായിട്ടൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു, ഹഗ് ഇന്റർനാഷണൽ, HUG. ഇന്ന് ആ സ്ഥാപനം വഴി നേരിട്ട് 10 പേർക്ക് ഞാൻ ജോലി കൊടുക്കുന്നുണ്ട്. 10 പേർക്ക്. ഇൻഡയറക്റ്റ് ആയിട്ട് 40ഓളം ട്രെയിനേഴ്സ് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ 50 കുടുംബങ്ങളിൽ വരുമാനം നൽകുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ കയ്യും കാര്യമില്ലാത്ത പാവപ്പെട്ട എനിക്ക്. ഇൻഡയറക്റ്റ് വിട്, ഡയറക്റ്റ് 10 പിടി. ഞാൻ ഗവൺമെന്റ് ജോലി ഇറങ്ങിയപ്പോൾ അവിടെ ഒരാൾക്ക് ജോലി കിട്ടി. ഞാൻ കാരണം 10 കുടുംബങ്ങൾക്ക് ജോലി കിട്ടി. എന്നെക്കാളും മിടുക്കരായ 10 ലക്ഷം പേര് കേരളത്തിലില്ലേ? ഏസോർണോ? നിങ്ങൾക്കിടയിൽ ഇരിപ്പില്ലേ? ഏസോർണോ? നിങ്ങൾ ആ 10 ലക്ഷം പേര് 10 പേർക്ക് വെച്ച് ജോലി കൊടുക്കുകയാണെങ്കിൽ 1 കോടി കുടുംബങ്ങളിൽ ജോലി കിട്ടില്ലേ? കേരളം സ്വർഗമാവില്ലേ? ഇവിടെ അവസരങ്ങൾ ഉണ്ടാകില്ലേ? ഹോസ്പിറ്റൽ സൗകര്യം മെച്ചപ്പെടില്ലേ? ലണ്ടനിലേക്കാളും നന്നായിട്ട് ഇവിടെ പഠിക്കാൻ പറ്റില്ലേ? തൊഴിലവസരങ്ങൾ ഒഴുകില്ലേ? ആരിറങ്ങണം? നമ്മൾ ഇറങ്ങണം. നമ്മൾ മന്ത്രിമാര് തരാൻ വേണ്ടി നോക്കി നിൽക്കരുത്. നമ്മുടെ കഴിവ് നമ്മൾ കണ്ടെത്തി ഇറങ്ങണം. എത്ര പേര് റെഡിയാ എന്റെ പർപ്പസ് കണ്ടുപിടിച്ച്, എന്റെ പാഷൻ കണ്ടുപിടിച്ച് ഈ നാടിന് വേണ്ടി ജീവിക്കാൻ? ചാടി എഴുന്നേക്ക്, ചാടി 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 ചാടി. അമൃത TVയിലെ ഇതുപോലൊരു ക്യാമ്പിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തുള്ളിച്ചാടാനും അറിയാനും ആഘോഷിക്കാനും വേണ്ടി മാത്രമാകരുത്, തീരുമാനമെടുക്കാൻ വേണ്ടി ആയിരിക്കണം. തീരുമാനം. ദൈവം നിങ്ങൾക്ക് കൈയും കാലുകളും തന്നിട്ടുണ്ടെങ്കിൽ, ചിന്തിക്കാനുള്ള കഴിവ് നൽകിയിട്ടുണ്ടെങ്കിൽ തീരുമാനം എടുക്കണം. എന്റെ ജീവിതം കൊണ്ട് മറ്റുള്ള ജീവിതത്തിൽ സ്പർശിക്കും എന്നുള്ള തീരുമാനം. നമുക്ക് ഒന്നിച്ചെന്ന് കൈകോർക്കാന്നേ. വീണ് പോവാണെങ്കിൽ വിളിക്ക്, ഞങ്ങൾ വരാം കൂടെ. നിങ്ങൾക്ക് പർപ്പസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണോ? പാഷൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണോ? സയന്റിഫിക്കലി സഹായിച്ചു തരാം. ഇതിനു വേണ്ടി തന്നെ ജീവിതം മാറ്റി വെച്ചേക്കുന്ന. ആർ യു റെഡി ഫോർ ദാറ്റ്? യെസ് ഓർ നോ? ആർ യു റെഡി? വലതുകൈ ചുരുട്ടിക്കേ. ഞാൻ ആർ യു റെഡി ചോദിക്കും, നിങ്ങൾ വി ആർ റെഡി എന്ന് പറയണം. ഒരു ആക്ഷൻ ഉണ്ട്, ആക്ഷൻ ഇങ്ങനെ വെക്കാനാണ്. അടുത്തിരിക്കുന്നതിന്റെ പള്ളക്കെട്ട് കുത്താനുള്ള ചാൻസ് അല്ല. നിങ്ങൾ എത്ര എനർജി പറയുന്നോ അത്രയും ഞങ്ങൾക്ക് വിശ്വാസമാണ്. നിങ്ങൾ കൊടുക്കുന്ന എനർജി നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും ഈ കോർഡിനേറ്റേഴ്സിനുള്ള പ്രോമിസ് ആണ്. റെഡിയാണോ? എന്റെ ഇത്രേ ഉള്ളൂ. സ്വന്തം കഴിവ് കണ്ടുപിടിക്കുക, ആ കഴിവിൽ വളരുക, പർപ്പസും പാഷനും കണ്ടുപിടിച്ച് അതിൽ വളരുക, അതിൽ മുമ്പോട്ട് പോവുക. വീണ് പോയാൽ സഹായത്തിനായി ഞങ്ങളെ പോലുള്ള വിളിക്കുക. ഓക്കെ ആണോ? റെഡി? ചുട്ടി പിടിച്ചോ. ആർ യു റെഡി? നോ, വി ആർ റെഡി. ആ BCM കോളേജിന്റെ അപ്പുറം ബസേലിയസ് കോളേജ് ഉണ്ട്, അവിടുത്തെ കെട്ടിടം ഇടിഞ്ഞു വീഴണം. അത്രയും ശക്തി വേണം. ഓക്കെ ആണല്ലോ? ചുമ്മാ ഒരു ആവേശം പറഞ്ഞാ മോളെ ഇടിക്കരുത്. ഓക്കെ, തുടങ്ങാം. അവിടെ ഇരിക്കുന്നവർക്ക് ഇവിടെ എന്നാ സംഭവം അന്ന് അറിയണം. ഇവിടെ കളിയിൽ അല്പമല്ല, വലിയ കാര്യം ഉണ്ടെന്ന് അല്ലേ? ആർ യു റെഡി പറയുമ്പോ എന്താ പറയണ്ടേ? വി ആർ റെഡി. ഓക്കെ, ആർ യു റെഡി? വണ്ടർഫുൾ. അടുത്തിരിക്കുന്ന ആളെ തോളത്ത് തട്ടിട്ട് പറഞ്ഞ നീ ഒരു സംഭവം പറഞ്ഞേ. നീ ഒരു സംഭവാടി. താങ്ക് യു സോ മച്ച്. ഇത്രയും മനോഹരമായ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വിളിച്ച എൻ്റയർ അമൃത TVക്കും കോർഡിനേറ്റേഴ്സിനും ഇത്രയും മിടുക്കരായ കുട്ടികളെ ഇവിടെ എത്തിച്ച രക്ഷകർത്താക്കൾക്കും നിങ്ങൾ പുലിക്കുട്ടികൾക്കുള്ള നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. താങ്ക് യു സോ മച്ച് മിസ്റ്റർ അനീഷ്. നമ്മുടെ കുട്ടികളെ ഇത്രയും എനർജറ്റിക് ആക്കി. എനിക്കറിയില്ല വാട്ട് എനർജി യു ഹാവ്. അത്രമാത്രം ഒത്തിരി നമുക്കത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു സെഷൻ? താങ്ക് യു സോ മച്ച്.